ദേശീയപാത നിർമ്മാണം വില്ലനായതോടെ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരു സർവീസ് നടത്തിവന്ന കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ഗജരാജ് ബസ്സുകൾ നിർത്തി. തമ്പാനൂരിൽ നിന്ന് വൈകുന്നേരം 5:30 പുറപ്പെടേണ്ട ബസ് നാളെ മുതൽ എറണാകുളത്ത് നിന്നാണ് സർവീസ് നടത്തുക. എന്നാൽ കണിയാപുരത്ത് നിന്ന് നാഗർകോവിൽ വഴി ബംഗളൂരു സർവീസ് നടത്തുന്ന ബസ്സുകൾ തുടർന്നും സർവീസ് നടത്തും. കഴിഞ്ഞ 3 വർഷമായിട്ട് തലസ്ഥാനത്തിന്റെ ഗജവീരന്മാരായി തല ഉയർത്തി നിന്ന ഗജരാജ് ബസ്സുകൾ ഇനിയില്ല. തമ്പാനൂരിൽ നിന്ന് പുറപ്പെടേണ്ട ഈ 2 ബസ്സുകളും ഇനി എറണാകുളത്ത് നിന്നാണ് പുറപ്പെടാൻ പോകുന്നത്. സ്വിഫ്റ്റ് ആരംഭിച്ചത് മുതൽ KS001, KS003 എന്നീ 2 ഗജരാജ് ബസ്സുകളും തലസ്ഥാനത്തിന്റെ അഭിമാന സർവീസായി തുടരുകയായിരുന്നു. ആദ്യകാലത്ത് 1,40,000 രൂപയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ബംഗളൂരു എത്തി തിരികെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴുണ്ടായിരുന്ന വരുമാനം. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതോടെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെയുള്ള യാത്ര ദുഷ്കരമായി. രാവിലെ 8 മണിക്ക് ബംഗളൂരു എത്തേണ്ട ബസ് 11 മണിക്ക് ശേഷമായി എത്തുന്ന സമയം. ഇതോടെ തിരുവനന്തപുരത്ത് നിന്ന് ആളുകയറുന്നത് കുറഞ്ഞു. വരുമാനമിടിഞ്ഞ് 85,000 രൂപയായി. ഇതോടെയാണ് ബസ്സും ക്രൂവും ഉൾപ്പെടെ എറണാകുളത്തേക്ക് മാറ്റിയത്. വളരെ വിഷമമുണ്ട്. 3 വർഷമായിട്ട് ഇതേ ബസ് തന്നെയാണ് ഓടിക്കുന്നത്. 2022 ഏപ്രിൽ 11 മുതൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള ക്രൂ ആണ് ഞാൻ. ഈ ബസ്സിലല്ലാതെ വേറൊരു ബസ്സിലും പോയിട്ടില്ല, ഡ്യൂട്ടി എടുത്തിട്ടില്ല. KS3 ഇത് തന്നെയായിരുന്നു ആദ്യം തൊട്ട് ഇതുവരെ ഉള്ള വണ്ടി. എറണാകുളത്തേക്ക് പോകുന്നതിന് ഭയങ്കര വിഷമമുണ്ട്. യാത്രക്കാരോട് പറഞ്ഞപ്പോൾ യാത്രക്കാർക്ക് ഒത്തിരി പരിഭവവും വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. സ്ഥിരം വരുന്ന യാത്രക്കാരൊക്കെ ഒത്തിരി പേര് കുറച്ച് ദിവസം കൊണ്ട് വരുന്നതാണ്. അവരൊക്കെ ഭയങ്കരമായിട്ട് വിഷമം പറയുന്നുണ്ട്. വണ്ടിയില്ല, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് പലരും പറഞ്ഞ് അവരുടെ രീതിയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണിയാപുരം ഡിപ്പോയിൽ നിന്ന് തമിഴ്നാട് വഴി പോകുന്ന ഗജരാജ് ബസ്സുകൾ തുടർന്നും സർവീസിലുണ്ടാവും. ഇതിന്റെ വരുമാനവും ഇതുവഴി വർദ്ധിപ്പിക്കാനാവുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചത്. എന്നാൽ തമ്പാനൂരിൽ നിന്നുള്ള ബസ്സുകൾ MC റോഡ് വഴി വൈറ്റില കയറിപ്പോയാൽ കൃത്യസമയത്ത് എത്താൻ പറ്റുമെന്ന ബദൽവാദവും ഉയരുന്നുണ്ട്. തലസ്ഥാനത്ത് നിന്നും ഗജരാജ് മടങ്ങുകയാണ്. ഇനി എറണാകുളത്തിന്റെ സ്വന്തം. തമ്പാനൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ സിജോ സുധാരനോടൊപ്പം RB സനു, മീഡിയ 1.